നാഗലശ്ശേരി ഹൈസ്കൂൾ ശതാബ്ദി ആഘോഷവും പ്രധാന അധ്യാപിക ജയശ്രീക്ക് യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വാവന്നൂർ ഗ്രാമത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ വിളംബര ജാഥകൾ നടന്നു. മണികണ്ഠൻ പെരിങ്ങോടിന്റെ ഇടയ്ക്ക വാദനത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണവും വികസനവും സർക്കാർ കാഴ്ചപ്പാടിന്റെ ഭാഗം കൂടിയാണെന്ന് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ പറഞ്ഞു. നമ്മുടെ സർക്കാർ സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങൾ ഇന്ത്യയിൽ മറ്റെവിടെയുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. അത് നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ. സർക്കാർ സ്കൂളുകൾ മാത്രമല്ല മെച്ചപ്പെട്ടത്, അവിടുത്തെ വിദ്യാഭ്യാസം ഗുണമേന്മയുള്ളതാണ്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ നല്ല മികവുള്ളവരാണ്. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മികവ് വർദ്ധിക്കുന്നത്. 2 ആഴ്ച മുമ്പാണ് ഏസർ റിപ്പോർട്ട് പുറത്തു വന്നത്. ആനുവൽ സ്റ്റാറ്റസ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് എന്നതിന്റെ ചുരുക്കമാണ് ഏസർ. ആ ഏസർ റിപ്പോർട്ടിന്റെ തലക്കെട്ട് ദേശീയ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ തലക്കെട്ട് എങ്ങനെയായിരുന്നു? കൗമാരക്കാർക്ക്, ഇന്ത്യയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കൗമാരക്കാർക്ക് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ വാചകം പോലും തെറ്റായി വായിക്കാൻ കഴിയുന്നില്ല ഭൂരിഭാഗം. എന്നാൽ കേരളത്തിലെ 90%-ലധികം കുട്ടികളും ഇംഗ്ലീഷ് പ്രൊഫഷൻസിയിൽ ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിലെ 80 വയസ്സു കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെ വേദിയിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ, പി ടി എ പ്രസിഡന്റ് പി ഷംസുദ്ദീൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പി പ്രിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. NCV ന്യൂസ് തൃത്താല.